എല്ലാ ദൈവവും ഒരുപോലെ കണക്കാക്കിയിട്ടുള്ളൂ കേട്ടോ. അച്ഛമ്മയുടെ സ്വഭാവമുണ്ട്, അച്ഛൻ്റെ സ്വഭാവമില്ല. പെറ്റമ്മേൻ്റെ സ്വഭാവം അടുപ്പത്ത് ഈ ഒരുപോലെയാണ്. വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും. ബുദ്ധിയില്ല, അപ്പോൾ ബോധമുള്ള ബുദ്ധിയില്ല. പൊട്ടന്മാരളവ് ഭ്രാന്തകളൊക്കെ നടക്കുന്നു. ഭവന മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. പുതിയൊരു വസ്തു കയ്യിൽ കിട്ടാൻ യോഗമൊക്കെ ഉണ്ട് കേട്ടോ. അച്ഛൻ്റെ പേരും പറഞ്ഞ് എവിടെ പോയാലും സീറ്റുണ്ട്. ആളും ആനയും മര്യാദയുള്ള കയ്യ. അച്ഛമ്മ നൊടിയാൻ പിടിക്കത്തിയ ഏളിയും കീർത്തിയും കണ്ട കയ്യാണ് കേട്ടോ. 22 വയസ്സിന് മേൽപോട്ട് വെച്ച് അന്വേഷണക്കാരനാവാൻ യോഗമുണ്ട്. അന്ന് നാടുകൊണ്ടൊക്കെ വിജയിക്കും. ജാതി മതം ഇല്ല കയ്യിൽ, എല്ലാ മതം ഒരുപോലെ. വേണമെങ്കിൽ ജീവിതം കൊണ്ടൊക്കെ തെളിയും. പരാജയമൊന്നും പെടൂല. വേണ്ട, ഞാൻ 10 ഉറുപ്പ്യ കയ്യിൽ കിട്ടിയാൽ മുക്കലും മൂല്യം കൊണ്ടൊക്കെയാ മുടുക്കത്തിന. എന്നെ അവസാനം വട്ടപൂജയെ കാണുള്ളൂ. പൊട്ടന്മാരെ കളി ഭ്രാന്തകളിയൊക്കെ ഉണ്ട്. പൊട്ടന്മാരുടെ ആള് കഴിഞ്ഞ വെള്ളം. പണത്തിനെ പറ്റിയ പവർ മോനക്കില്ല. മോൻ അച്ഛനും അമ്മയും കയ്യിനും കാട്ടി അന്തസ്സിന് കഴിയാൻ ഭാഗ്യമൊക്കെ ഉണ്ട് കേട്ടോ. ആളും അതിലൊക്കെ വർദ്ധിക്കും. മോൻ വിചാരിക്കുന്ന പണി കൊണ്ട് ജോലി കിട്ടും. മുതലാളി പേരെടുക്കാൻ യോഗമൊക്കെ ഉണ്ട്. അഷ്ടമില്ല, ആരും വേണം കുഴക്കിയാലോ. അയ്യപ്പ സ്വാമി ഒന്നും കുഴക്കൂല. സത്യമുള്ള മോന. കഷ്ടങ്ങളൊക്കെ തീർന്ന് ഗുണം കിട്ടാനും നന്നാവുള്ള ഭാഗ്യമൊക്കെ മോനിക്കൊണ്ട് കിട്ടാ. ആള് ഉത്തമമുള്ള മോന. മോൻ അച്ഛൻ നമ്മുടെ സ്വഭാവം നല്ല. മോൻ സ്വന്തമായി അധ്വാനിച്ച് ജോലിയൊക്കെ പഠിക്കാൻ യോഗം. അതിന് നോക്കട്ടെ.